എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരും അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. മറിച്ചൊരു രീതിയിൽ പറഞ്ഞാൽ വചനം പാലിച്ച് ജീവിക്കുന്നവരെല്ലാം ഈശോയുടെ സഹോദരരും അമ്മയും പെങ്ങന്മാരൊക്കെ ആവാനായിട്ട് ക്ഷണിക്കുകയാണ്. ഈശോയുടെ കൂടപ്പിറപ്പാകാനുള്ള ക്ഷണമാണിത്. ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു സമ്മാനവും ഇതുതന്നെയാണ്. ഒരേ ചോരയിൽ ജനിച്ചുവെന്നതിനപ്പുറം ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ തന്നെയാണ്. തൻ്റെ കൂടെ സദാസമയവും നടന്ന ശിഷ്യന്മാരെ ചൂണ്ടിക്കാട്ടിയാണ് ഈശോ പറയുന്നത്, ഇതാണ് എൻ്റെ അമ്മയും സഹോദരരും എന്നൊക്കെ. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മേൽ ദൈവേഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈശോ നമ്മളെയും ചൂണ്ടിക്കാട്ടി ഇതുതന്നെയാണ് പറയുന്നത്, ഇതാണ് എൻ്റെ അമ്മയും സഹോദരരും എന്ന്. ഇതാ നിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതം നിറവേറ്റിയ പരിശുദ്ധ അമ്മ നമുക്ക് മുൻപിൽ ഉത്തമ മാതൃകയാണ്. ഇന്ന് കർമ്മലമാതാവിൻ്റെ തിരുനാളാണ്. അമ്മ ഉത്തരീയം കൊണ്ട് പൊതിഞ്ഞ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് അപേക്ഷിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.